പ്രായമായി എന്ന തോന്നലുണ്ടോ? പ്രായമായി, ഇത്ര വയസ്സുണ്ട്, ഇനി എനിക്ക് പഴയ പോലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത മിക്കവരുടെയും മനസ്സിലേക്ക് വരുന്നതാണ് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ചിലരുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തരായി. എത്ര പ്രായമായാലും എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, വീട്ടിൽ എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം, തൊടിയിൽ പറമ്പിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും. അവരാ ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുകയാണ്. അപ്പം നമുക്ക് അങ്ങനെ ജോലി ചെയ്യുമ്പോൾ സന്തോഷം കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അത് നമ്മുടെ സന്തോഷം മനസ്സിനെയും ശരീരത്തെയും പോസിറ്റീവായിട്ടേ ബാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇന്നൊരു ഉദാഹരണത്തിന് ഞാനിങ്ങനെ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ പറമ്പൊക്കെ വൃത്തിയാക്കിയിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നു അല്ലേ. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ ഒരു വിത്ത് ഇടുന്നു, പിറ്റേ ദിവസം നോക്കുന്നു, ഇല്ല അതുമല്ല പ്രാണികളും തിന്നുകൊണ്ട് പോയാൽ 2 ദിവസം കഴിയുമ്പോൾ മുള വരുന്നു. അപ്പം ആ ചെടി ഇങ്ങനെ ഓരോ ഘട്ടത്തിലും വളർന്ന് വരുമ്പോൾ നമുക്ക് തോന്നുന്ന ആ സന്തോഷം അല്ലേ. അതിൽ എളുപ്പമെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു റോസയോ എന്തെങ്കിലും പൂ പിടിക്കുന്ന എന്തെങ്കിലും ഒരു ചെടി കൊണ്ടുവന്ന് നട്ടു. അത് ഓരോ ദിവസം നമ്മൾ വെള്ളം ഒഴിക്കുന്നു, ആവശ്യമുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നു, പുതിയ ഇല വരുന്നു, തളിർക്കുന്നു, ചെറിയ നാമ്പിൽ മുട്ട് വരുന്നു അല്ലേ. ആ മുട്ട് പതുക്കെ വളർന്നു വരുന്നു. അപ്പം നമ്മൾ എല്ലാ ദിവസവും അതിനെ പോയി നോക്കും, അതിനെന്തെങ്കിലും ജീവികൾ ആക്രമിക്കുന്നുണ്ടോ എന്നല്ലേ. അങ്ങനെ ശ്രദ്ധിച്ച് ലാസ്റ്റ് അത് പതുക്കെ വിടർന്ന് വരുന്ന ഒരു സ്റ്റേജാവും. മിക്കവാറും ഫോട്ടോയൊക്കെ എടുക്കുന്നവരുണ്ട്, അതൊരു ഫോട്ടോയൊക്കെ എടുത്ത് വയ്ക്കും. അത് വിടർന്ന് പൂവായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അല്ലേ. ആ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒഴിവുകാലം, ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ പറ്റിയത് ഇത്തരത്തിലുള്ള കൃഷികളിലൂടെയൊക്കെയാണ്. മറ്റുള്ള പറമ്പിലിറങ്ങി കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ചെടികളൊക്കെ വളർത്തി, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൂടെ തേടിയിട്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്താൽ അതൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പ്രായമായി എന്നുള്ള ചിന്തകൾ മാറ്റിവെച്ച് എനിക്ക് കഴിയാവുന്നത് ഞാൻ ചെയ്യും എന്ന് ആദ്യം മനസ്സിനെ പഠിപ്പിക്കുക. അങ്ങനെ മനസ്സിലായാൽ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ മനസ്സ് നിൽക്കും. മനസ്സ് നിയന്ത്രിക്കണം നിങ്ങൾ തന്നെ. മനസ്സിന് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും പറയുന്നതാണ് മനസ്സ് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. നമ്മൾ മനസ്സിനോട് വയ്യ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ വിചാരിക്കും. എനിക്കിത് കഴിയും എന്ന് വിചാരിച്ചാൽ അതങ്ങനെയായിരിക്കും. അപ്പോൾ മനസ്സിനോട് കറക്റ്റായിട്ട് ഉള്ളതായിട്ട് പറയുക. മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യം മാത്രം പറയാൻ ശ്രദ്ധിക്കുക. പ്രായം അതെല്ലാവർക്കും ഓരോ ദിവസവും കൂടി വരും. അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ മനസ്സിന് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. ശരിയല്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.